ക്ഷയിക്കാൻ വരിക. കാരണം താങ്ക് യു. ഞാൻ ഡോക്ടറെ പരിചയപ്പെട്ടിട്ട് ഇത് 17ാമത്തെ വർഷമാണ്. 2007. ഇപ്പം 17 വർഷമായി ഡോക്ടറെ പരിചയപ്പെട്ടു. അതിലുപരി ഈ സ്ഥാപനത്തിൽ ഓരോ തവണ വരുമ്പോഴും എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഡോക്ടറെ വളർച്ചയിൽ, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന അങ്ങയുടെ ഒരു വെൽവിഷാണ്, ഈ സ്ഥാപനത്തിന്റെ ഒരു വെൽവിഷാണ്. കാരണം വളരെ ചെറിയ രീതിയിൽ ഈ ആശുപത്രി തുടങ്ങി അത്യധ്വാനം കൊണ്ട് നിതാന്ത ജാഗ്രതയോടെ ഈ ഹോസ്പിറ്റലിനെ പരിചരിച്ചതാണ്. ഉടമസ്ഥൻ എന്നുള്ളതിനേക്കാളുപരി എല്ലാ കോണിലും അങ്ങയുടെ ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇത്ര വേഗം ഇതേ രീതിയിൽ വളർന്നത്. ഓരോ തവണ വരുമ്പോഴും എനിക്കൊരു പോസിറ്റീവ് എനർജി, ഒരുപാട് സന്തോഷം. കാരണം അങ്ങയുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ് എപ്പോഴും ഇവിടെ വരുന്ന ഓരോ പേഷ്യന്റും പറയാറുണ്ട്. അപ്പം ഈ തൊട്ടടുത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അവിചാരിതമായി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ തൊട്ടപ്പുറത്തെ സ്ഥലം കൂടി ഇങ്ങനെ മേടിക്കണം, അതുകൊണ്ടാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അത് മേടിച്ചപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തോണ്ടെങ്കിൽ ഇടയ്ക്കൊരെണ്ണം വേറെ കിടക്കണ്ട, അതുകൂടെ വാങ്ങണം, കാരണം ഇവിടുന്ന് അപ്പുറയല്ലേ പോകാൻ പറ്റൂ. പിന്നീട് അതും മേടിച്ചു. 3 പേര് 3 സ്ഥാപനങ്ങൾ തൊട്ടടുത്തടുത്തായിട്ട്, ഇതെല്ലാം ഒന്നിച്ചു പോകാനുള്ളൊരു, ഈ ഹോസ്പിറ്റൽ വരുന്ന ഒരാൾക്ക് അങ്ങേയറ്റം വരെ പോവാം, വെളിയിൽ ഇറങ്ങാതെ പോകാം. ആ രീതിയിലുള്ള അങ്ങയുടെ ഭാവനയെ, അങ്ങയുടെ ആ ഇതിനെ ഞാൻ അങ്ങേയറ്റം മാനിക്കുന്നു. കാരണം ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് കാണുന്നതല്ല, ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഒരു പേഷ്യൻ്റായിട്ട് ഇവിടെ ചികിത്സിച്ച് സ്വന്തം അനുഭവത്തിൽ തന്നെ എനിക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റും. കാരണം ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഇവിടെ പതിവായിട്ട് വരാറുണ്ട്. ഇവിടുത്തെ ചികിത്സയുടെ നൈപുണ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇവിടുത്തെ ഓരോ സ്റ്റാഫും അവരുടെ പെരുമാറ്റം നമ്മുടെ വീട്ടിലാണ് നമ്മളെന്നുള്ള തോന്നലാണ്. കാരണം ഇവിടുത്തെ രോഗികൾക്കുള്ള ഭക്ഷണവും ഡോക്ടറും രോഗികളും സ്റ്റാഫും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലോകത്ത് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. കാരണം ഡോക്ടർക്ക് പ്രത്യേക, ഡോക്ടർ എല്ലാവരോടും ഒപ്പം, ഇവിടെ ഒരു വേർതിരിവില്ല, എല്ലാവരോടും ഒപ്പം ഡോക്ടർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എന്താണെന്നുള്ളതും ആൾക്കാർ ഇവിടെ വരുന്ന ഓരോ പേഷ്യൻ്റായിട്ടല്ല ഡോക്ടർ കാണുന്നത്, ഈ സ്ഥാപനത്തിന് അതിഥികളായിട്ടാണ് ഡോക്ടർ കാണുന്നത്. അതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ നൈപുണ്യം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഡോക്ടറായാലും ഡോക്ടറോടൊപ്പം ഉള്ള ഓരോ സ്റ്റാഫിനോട്, ഒരാളോട് പോലും ഇത്രയും കാലത്ത് എന്നോട് വന്നിട്ട് ഒരാളോട് സാർ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫും ഈ സ്ഥാപനത്തിലെ ഓരോ ചക്രങ്ങളാണെന്നാണ് ഡോക്ടർ വരുന്നത്. കാരണം അതേ രീതിയിൽ അവരുടെ എല്ലാവരുടെയും കൂട്ടായിട്ടൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ഇത്രയും വേഗം വളർന്നത്. ഇത് മുന്നോട്ട് പോകട്ടെ. സുദർശനൻ ടീം എപ്പോഴും ഇതുപോലെ തന്നെ, ഇതിനേക്കാട്ടിൽ കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ സ്ഥാപനത്തിന്റെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഏതൊരു സാധാരണക്കാരനും ഏതൊരു VVIPക്കും ഒരുപോലെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആശംസകളും എപ്പോഴും. ഡോക്ടർ സംശയം ചോദിച്ചോട്ടെ? നമ്മുടേത് ആയുർവേദ നേത്ര ചികിത്സയാണ് എന്നാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. എന്നാൽ ആയുർവേദ നേത്ര ചികിത്സയോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സയും നമ്മുടെ സ്ഥാപനം നടന്നുണ്ട്. ഒന്നാമത് ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസവും പഞ്ചകർമ്മ ചികിത്സയും, അതായത് കർക്കിടക മാസം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഒരു മാസമാണെന്നാണ് പണ്ട് മുതലേ കാരണവന്മാർ പറഞ്ഞു വരുന്നത്. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ആയുർവേദ നേത്ര ചികിത്സയോടൊപ്പം തന്നെ എന്തെല്ലാം തരത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകളാണ് ഇവിടെ ചെയ്തു വരുന്നത്, ഒന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇന്നും ഒരാൾ വിളിച്ച് സംസാരിച്ച് വെച്ചോട് ഇവിടെ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തീയതി വിളിച്ചു. ഒരുപാട് പേർക്കുള്ള ഒരു സംശയം. കാരണം ഇത് കൂടുതലും അറിയപ്പെടും, പുറത്തേക്ക് ഉള്ള ഒരു പ്രചാരം നേത്ര ചികിത്സാലയം എന്ന രീതിയിൽ. തീർച്ചയായിട്ടും 10-32 വർഷമായിട്ടുള്ള ഒരു ലെഗസി തന്നെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. അന്ന് മുതൽ നമുക്കിവിടെ കണ്ണ് ചികിത്സയ്ക്കായിട്ട് വരുന്ന രോഗികൾ ഇപ്പോൾ വിദേശത്തു നിന്നായാലും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആയാലും കുടുംബമായിട്ടാണ് വരിക. അപ്പോൾ അവർ വരുമ്പോൾ അവർ സ്വാഭാവിക ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ അവരുടെ എൻക്വയറീസ് ഉണ്ടാവും. കണ്ണ് ചികിത്സയല്ല, വേറെ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, വയറിന് അപ്സെറ്റാണ്, IBS ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഉണ്ട്, ലോ ബാക്ക് അനങ്ങാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ഉണ്ടോ? കാരണം ആയുർവേദത്തിൽ നമ്മൾ ഒരിക്കലും ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് തളച്ചിടാൻ സാധിക്കില്ല. ഒരു മോഡേൺ കൗണ്ടർ പാർട്ട് പോലെ നമുക്ക് ആ ഒരു മേഖല മാത്രമായിട്ട് ചെയ്യാം. ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ കണ്ണിന് ചികിത്സിക്കണമെങ്കിൽ നമ്മൾ വയറിന് ചികിത്സ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ളൊരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, തീർച്ചയായിട്ടും നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും അങ്ങനെ പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഓഫ് കോഴ്സ് ഇപ്പോൾ
അർബുദം പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ മാരകമായിട്ടുള്ള എമർജൻസി കണ്ടീഷൻ, ക്രിട്ടിക്കൽ കെയർ ഒക്കെ ഉള്ള ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അത് മുതൽ നമ്മൾ അന്ന് മുതൽ ഈ 93 മുതൽ തന്നെ നമ്മൾ പഞ്ചകർമ്മം ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ വി വെർ മോർ പബ്ലിക്ലി നോൺ ആസ് ഐ ഹോസ്പിറ്റൽ. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ലോ ബാക്ക് പെയിൻ, നീ ജോയിന്റ് പെയിൻ, അതുകൂടാതെ ഈ സയാറ്റിക് പെയിൻ, കാലിലേക്ക് ഈ നടുവിന്ന് മരവിപ്പ് വരിക, ഈ യൂറിക് ആസിഡ് സംബന്ധമായിട്ട് ജോയിന്റ്സിലേക്ക് ഉണ്ടാവുന്ന സന്ധിവേദനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെയധികം അത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കർക്കിടകത്തിലെ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ചൂടുകാലത്ത് വായു കണ്ടമാനം കോപിക്കുന്നുണ്ട്. ആ കോപിക്കുന്ന വായു സൂര്യന്റെ ചൂട് താപം കാരണം പ്രവർത്തിക്കാൻ പറ്റാതെ ശരീരത്തിനകത്ത് കുടുങ്ങി കിടക്കുക, സഞ്ചിതമാവുക എന്ന് പറയും. ആ സഞ്ചിതമായ വായുവിന് കിടന്ന് വിരകാനുള്ള ഒരു സമയമാണ് ഈ പെട്ടെന്ന് വരുന്ന ഈ മഴ. നമ്മുടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടുന്ന വേനൽക്കാലത്തെ ക്ഷീണം കൊണ്ട് ഉണ്ടാവുന്ന ആ വായുവിന്റെ കോപം, സഞ്ചിതമായിട്ടുള്ള വായു, കൂടിക്കിടക്കുന്ന വായു കോപിക്കുന്ന ഒരു സമയമാണ് ഈ ഇടവം ഇതിനും കർക്കിടകം. മനസ്സിലായില്ല? അപ്പൊ കർക്കിടകത്തിലേക്ക് ആകുമ്പോൾ ഒരു പാരമ്യവും, കാരണം എപ്പോഴും തണുപ്പും അന്തരീക്ഷത്തിലെ ഈർപ്പും ഒക്കെ ഇതിന് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തില് ഈ കർക്കിടക ചികിത്സ, ശോധന ചികിത്സയാണ് ആക്ച്വലി എന്റെ യഥാർത്ഥത്തിൽ പേര്. അപ്പോ എല്ലാ 2 ഋതുക്കളും എല്ലാ 2 മാസം കൂടുമ്പോൾ ഓരോ ഋതു മാറുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ ശോധന ചികിത്സ ആവശ്യമാണ്. അത് ആയുർവേദത്തിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. ശരീരത്തിലെ എപ്പോഴും ആയുർവേദം വിശ്വസിക്കുന്നത് രോഗ ചികിത്സയല്ല, രോഗം വരാതിരിക്കാനുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റീവായിട്ട് സൂക്ഷിച്ചാൽ രോഗത്തിൽ നിന്ന് ദൂരീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത് ക്യൂറേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ ഈ 2 മാസം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ഋതുക്കൾ, 6 ഋതുക്കളാണല്ലോ 12 മാസത്തില്. അതിൽ പ്രകടമായിട്ട് നമുക്ക് കാണുന്ന കുറച്ച് ഋതുക്കളാണ് തണുപ്പ്, ചൂട്, വർഷം. അപ്പോ ഈ ചൂട് കാലത്ത് നിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ വ്യതിയാനമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രകടമായിട്ടുള്ള വ്യതിയാനം. വലിയൊരു ചൂടിൽ നിന്ന് ടപോന്നൊരു തണുപ്പിലേക്ക് വരിക. ഏകദേശം ഡിസംബറിന്റെ ക്ലൈമറ്റ് തന്നെ നമുക്ക് കർക്കിടകത്തിലാവുമ്പോൾ വരും. അതുകൊണ്ടാണ് ആ കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം. അപ്പൊ അതിൽ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകൾ, പഞ്ചകർമ്മങ്ങൾ എന്ന് വെച്ചാൽ 5 കർമ്മങ്ങൾ: വസ്തിർ, വിരേകം, വമനം, ശോധനം, നാമനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പുറത്തേക്ക് പുറന്തള്ളുന്ന 5 പ്രക്രിയകളാണ് ഈ പഞ്ചശോധന കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതാണ് പഞ്ചകർമ്മം എന്ന് പറഞ്ഞ് ചുരുക്കത്തിൽ അറിയും. അപ്പൊ അത് പറ്റിയ ഒരു അന്തരീക്ഷമാണ്, സമയമാണ് ഇപ്പോ ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ ഇവിടെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള പരിചാരകന്മാരായാലും ട്രീറ്റ്മെന്റ് സർവീസ് സെന്ററുകളായി ഇപ്പൊ ഏകദേശം 6 ട്രീറ്റ്മെന്റ് തിയേറ്റേഴ്സ്, തെറാപ്പി പഞ്ചകർമ്മ തിയേറ്റർ തന്നെയുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചൂടുവെള്ളം, സ്റ്റീം ബാത്ത്, അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള ഏത് കാറ്റഗറി ആൾക്കാർക്കും വന്ന് നമുക്ക് സുഖമായി ട്രീറ്റ് ചെയ്ത് പോകാനുള്ളൊരു സൗകര്യം. പിന്നെ ഈ പറഞ്ഞ ജോയിന്റ് പെയിൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, തലവേദന, മൈഗ്രെയിൻ ഹെഡേക്ക്, തലയ്ക്ക് ഭാരം, അതൊരുപാട് പേർക്ക്. ഈ ഐ സ്ട്രെയിൻ പലപ്പോഴും കണ്ണിലെ മുഖത്തെ സൈനസൈറ്റിസ് കൊണ്ടുണ്ടാകും, സൈനസിന്റെ കഞ്ചഷൻ കൊണ്ടുണ്ടാകും. അതെല്ലാം കണ്ണിലേക്ക് ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ട് കാര്യമില്ല. അതൊരു താൽക്കാലിക ആശ്വാസം. അപ്പൊ അതിന് നസ്യം ചെയ്യുക, മൂക്കിന് കഫം കളയുക മുഖത്തു നിന്ന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അപ്പൊ അതൊക്കെ ഈ ട്രീറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ തികച്ച ഒരു ഉന്മേഷത്തോടു കൂടി ക്ഷീണം മാറി ശരീരത്തിൽ ദുർനീരെല്ലാം പോയിട്ട് ക്ഷീണം മാറി വളരെയേറെ ഊർജ്ജസ്വലമായിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കും. ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. അതെ, വെയിറ്റ് ലോസ്. സാധാരണ ഞാൻ ചോദിച്ചേ, സുദർശനം ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സുദർശനം നേത്ര ചികിത്സാലയം എന്ന പേരിലാണ് ഈ സ്ഥാപനം കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഇത്തരം ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനും എൻ്റെ വൈഫ് ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത്. അതിന്റെ ഗുണം നമുക്കുണ്ടായി. പക്ഷെ പുറത്തേക്ക് സുദർശനം ഐ ഹോസ്പിറ്റൽ എന്ന പേരിലല്ലാതെ ഇവിടെ പഞ്ചകർമ്മ ചികിത്സയുണ്ടെന്നുള്ളത് ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സുദർശനം നേത്ര ചികിത്സാലയം എന്നാണ് ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു പോയൊരു പേര്. ഇവിടെ പഞ്ചകർമ്മ സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ തന്നെയാണ്. പക്ഷെ പഞ്ചകർമ്മയ്ക്ക് കൂടുതലൊരു ഇമ്പോർട്ടന്റ് കൊടുക്കും. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ റിസോർട്ട് വന്ന് താമസിക്കുന്നതിനെക്കാട്ടിൽ ഗംഭീരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സൗകര്യമുണ്ട് ഇവിടെ.
ഇപ്പൊ അടുത്ത 2 ബിൽഡിങ്ങുകൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു റിസോർട്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം നല്ല പാടശേഖരങ്ങള്, നല്ല കാറ്റ്, നല്ല പ്രകൃതി ഭംഗി, യാതൊരു വിധ പൊല്യൂഷനും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും നല്ല ഇത്. യാതൊരുവിധ പൊല്യൂഷൻ, ഇതുപോലെ ഒരു ആശുപത്രി എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഒരു പൊല്യൂഷനും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ. കാരണം അത് ഒരുപാട് പേർക്ക് പ്രയോജനമാണ്. പക്ഷെ ആൾക്കാർ അറിയുന്നില്ല. ഇവിടെ കണ്ണിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഒരു വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് തുടങ്ങുമ്പോഴാണ് ആവശ്യക്കാര് അത് കാണുന്നത്. കുഴപ്പമില്ല, ആവശ്യക്കാര് അത് അറിഞ്ഞു പിടിച്ച് വരുന്നുണ്ട്. അതാണ് നമ്മുടെ അനുഭവം, ഇത്രയും കാലത്തെ അനുഭവം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ, കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക്, കൊച്ചു കുട്ടികൾക്ക് പോലും ചികിത്സയുടെ ഭാഗത്തെ കണ്ണാടി വെക്കുന്നുണ്ട്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് കുട്ടികൾ കണ്ണാടി ഉപയോഗിക്കുന്നു, രാത്രി ഒരുപാട് നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അത്രയൊക്കെ ആൾക്കാർക്ക് കണ്ണിന് രോഗം വരുന്നതിന് മുമ്പേ കണ്ണിന് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഒരു ചികിത്സ നമുക്ക് വികസിപ്പിച്ചുകൂടി. ഇവിടെ വരുന്ന കുട്ടികളെയും കൊണ്ട് വരുന്ന രോഗികളോട് ഞാൻ ആദ്യം പറയുന്ന ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഈ മൊബൈലിന്റെ ഉപയോഗത്തെ കുറിച്ചാണ്. പലരും തെറ്റിദ്ധരിക്കുന്നത് മൊബൈലിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാവുന്നു, അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുത്. അതല്ല, മൊബൈലിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന റേഡിയേഷൻ ഒന്നുമല്ല. നമ്മുടെ ഈ അന്തരീക്ഷവും സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. മൊബൈലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുസ്തകം പിടിക്കുന്നതിനേക്കാൾ അടുപ്പിച്ചാണ് എല്ലാവരും മൊബൈൽ പിടിക്കുന്നത്. പുസ്തകം സാധാരണ 30 സെന്റിമീറ്റർ ദൂരത്താണ്, മൊബൈലിൽ നമ്മൾ 20 സെന്റിമീറ്റർ ദൂരത്താണ് അതിനടുത്താണ്. കുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ച് ഈ ദൂരമാണ് പ്രശ്നം. നമ്മുടെ കണ്ണിനെ ദൂരത്തേക്ക് അല്ല ഫോക്കസ് ചെയ്യുക. നമ്മുടെ കണ്ണ് ദൂരത്ത് 20 അടി അപ്പുറത്തോട്ടാണ്, 6 മീറ്റർ അപ്പുറത്തോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ട് അറിയുന്നില്ല. കുറേ നാളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ അതിനെ അഡാപ്റ്റ് ചെയ്യും. അടുത്തേക്ക് നോക്കാനുള്ള ഫോക്കസ് മാത്രമായിട്ട് കണ്ണിനെ പരിമിതപ്പെടുത്തും. അങ്ങനെയാണ് ഈ കുട്ടികളിൽ ഷോർട്ട് സൈറ്റഡ് ആവുന്നത്. കാരണം ഈ അടുത്തേക്ക് മാത്രമുള്ള ഫോക്കസ് ആയിട്ട് വരുമ്പോൾ ദൂരേക്ക് മങ്ങലാവും. ആ ദൂരേക്ക് മങ്ങൽ മാറ്റാനായിട്ടാണ് ഈ മൈനസ് ക്ലാസ് വെച്ച് തുടങ്ങുന്നത്. 0.25, അടുത്ത തവണ പോകുമ്പോൾ 0.5, പിന്നെ 0.75, 0.1, 1.5, ഇങ്ങനെ എത്ര കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും കാലം, 10-25 വയസ്സ് വരെ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അത് നിർത്താനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മൊബൈലിന്റെ ഉപയോഗം അനന്തമായ ഉപയോഗം. ഇപ്പൊ അക്കാഡമിക്സിൽ പലപ്പോഴും വേണ്ടി വരും. അത് ആയിക്കോട്ടെ, അതിനൊരു റെസ്റ്റ് കൊടുത്ത് ചെയ്യാം, 10 മിനിറ്റ് വയ്യ. ബാക്കി ഇരുന്ന് ഗെയിം കളിക്കുക, മൂവി കാണുക, വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുക, ഇതിനൊക്കെ നമ്മൾ വേറെ ഉപാധികൾ കാണും. കാരണം ഈ മൊബൈൽ ഒരു കൺവേർജ്ഡ് ടെക്നോളജിയാണ്. 10-40 കൂട്ടങ്ങൾ ഈ മൊബൈൽ കൊണ്ട് നടക്കും. അതാണ് പ്രശ്നം. അപ്പൊ അതിന്റെ ഉപയോഗം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനായിട്ട് പരിമിതപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും പാഠ്യകാര്യങ്ങൾ വാട്സാപ്പിലോ എല്ലാം വരുമ്പോൾ അത് ഉപയോഗിക്കാന്നല്ലാണ്ട് എല്ലാവരും മൊബൈൽ ഉപയോഗം കുട്ടികൾ തീർച്ചയായിട്ടും അതോടൊപ്പം ട്രീറ്റ്മെന്റോട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വലിയൊരു പരിധി വരെ ഈ ഷോർട്ട് സൈറ്റിന്റെ പ്രതിഭ. ഇപ്പോൾ 2 തരത്തിലാണ് ഷോർട്ട് സൈറ്റ് ഉള്ളത്. സിമ്പിൾ മയോപ്പിയ, ഒന്ന് ആക്സിയൽ മയോപ്പിയ, അല്ലെങ്കിൽ പ്രോഗ്രസീവ് മയോപ്പിയ. പ്രോഗ്രസീവ് മയോപ്പിയ അതൊരു രോഗം തന്നെയാണ്. ഐബോളിന്റെ സൈസ് കൂടി വരുന്നതനുസരിച്ച് -3, -5, -10, -20, -30 ഒക്കെ പോകും. അത് കുറെ കഴിയുമ്പോൾ കണ്ണ് ഡിറ്റാച്ച്മെന്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ചെറിയ മയോപ്പിയൊക്കെ ഷോർട്ട് സൈറ്റ് ഒക്കെയാണ് നമുക്ക് ഗ്ലാസ് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ഒരുപാട് ഇന്നും ഒരു കേസ് പേഷ്യന്റ് പറഞ്ഞു, അയാൾ -5 ആയിട്ട് ഇവിടെ വന്ന കേസാണ്. അപ്പോൾ അത് 3 തവണ ഇവിടെ സിറ്റിംഗ് എടുത്തു വർഷങ്ങൾക്ക് മുന്നേ. അയാളിപ്പോ ഗ്ലാസ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അയാളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരുന്ന ഒരു പേഷ്യന്റ്. ഇതെല്ലാം നമ്മുടെ വർക്കിന്റെ ഒരു തൃപ്തി സാധനങ്ങളാണ്. ഏതായാലും ഒരുപാട് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഞാൻ ഒരു കണ്ണിയായിട്ട് ഒപ്പമുണ്ട്. അങ്ങനെ എല്ലാ വളർച്ചയിലും കൂടെ നിന്നിട്ടുണ്ട്, വളരാൻ സഹായിച്ചിട്ടുണ്ട് ധാരാളം പേരോട്. ഞാൻ പറയും, ഇവിടെ വരുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ ഡോക്ടറെ ഞാൻ പറയുന്ന ഓരോ മൈന്യൂട്ടുള്ള അഭിപ്രായം പോലും ശ്രദ്ധയിൽ വെച്ച് അടുത്ത തവണ വരുമ്പോഴത്തേക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.